മണ്ണ് ജല സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായി കോടികൾ ചെലവഴിച്ച് നടപ്പിലാക്കിയ തിരുവല്ലോമല കടവത്ത് പകവത്ത് തോട് നവീകരണത്തിൽ വൻ അഴിമതി ആരോപണം. 10 കോടി രൂപ ചെലവഴിച്ച് പദ്ധതിയാണ് വെള്ളത്തിലായത്. ആദ്യ മഴ പെയ്തതോടെ തോടിന്റെ സംരക്ഷണ ഭിത്തികൾ തകരുകയും പാടശേഖരങ്ങളിലേക്ക് കല്ലും മണ്ണും ചെളിയും ഒലിച്ചിറങ്ങുകയും ചെയ്തു. 10ഓളം സ്ഥലങ്ങളിലാണ് തോടിന്റെ പാർശ്വഭിത്തികൾ ഇതിനകം തകർന്നടിഞ്ഞത്. ഗുണനിലവാരം ഇല്ലാതെ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പദ്ധതിയുടെ തകർച്ചയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. 6 മാസത്തിനകത്ത് അത് പല സ്ഥലങ്ങളിലും പൊട്ടുകയും വെള്ളം കുത്തിയൊലിച്ച് പൊട്ടുകയും ഈ പൊട്ടിയ മണ്ണും കല്ലും വെള്ളവും എല്ലാം പാടത്തിൽ കൂടി ഒഴുകിപ്പോവുകയും കൃഷിനാശങ്ങൾ സംഭവിക്കുകയും ചെയ്തു. അത് ഇതുവരെയായിട്ടും 1-2 വർഷത്തോളമായിട്ട് ഇതുവരെ അത് റിപ്പയർ ചെയ്യാനോ അധികാരികൾ അത് നോക്കുകയോ എന്തെങ്കിലും ആക്ഷൻ എടുക്കാനോ ഇതുവരെ സാധിച്ചിട്ടില്ല. തോടിന്റെ ഭിത്തികൾ തകർന്ന് കല്ലും മണ്ണും ചെളിയും കുത്തിയൊലിച്ച് പാടശേഖരങ്ങളിലേക്ക് കയറിയതോടെ കർഷകർക്ക് വൻ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. നിലമൊരുക്കലും വിതയ്ക്കലും ഉൾപ്പെടെയുള്ള പ്രാഥമിക ജോലികൾ തടസ്സപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അഴിമതിയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും തകർന്ന ഭിത്തികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുനർനിർമ്മിച്ച് പാടശേഖരങ്ങൾ കൃഷിയോഗ്യമാക്കണമെന്നുമാണ് കർഷകരുടെ ആവശ്യം. വളരെയധികം ആൾക്കാർക്ക് കൃഷി ഉപയോഗത്തിന് ആവശ്യമുള്ളതുകൊണ്ട് ഇതിന് വേണ്ടതായ രീതിയിലുള്ള റിപ്പയറിംഗ് പണി പെട്ടെന്ന് നടത്തിയിട്ടില്ലെങ്കിൽ 100 കണക്കിന് ഏക്കർ സ്ഥലം കൃഷി യോഗ്യത അല്ലാതായിട്ട് മാറുന്നതായിരിക്കും. അല്ലാത്തപക്ഷം ശക്തമായ ജനകീയ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് കർഷക സംഘടനകളുടെ തീരുമാനം. TCV ന്യൂസ്, ചേലക്കര.